ഇനി വടക്കേ ഇന്ത്യയിൽ പലയിടത്തും ലോറൻസ് ബിഷ്ണോയി പെൺകുട്ടികളുടെ ഇഷ്ട കഥാപാത്രമാണ്. നേരത്തെ പറഞ്ഞ പോലെ കാണാൻ അതിസുന്ദരൻ, നെറ്റിയിൽ എപ്പോഴും തിളങ്ങുന്ന കുങ്കുമക്കുറിയുണ്ട്, കയ്യിൽ ഹനുമാൻ്റെ രൂപം പച്ച കുത്തിയിട്ടുണ്ട്, കാണുമ്പോഴേ പിന്നെ ഒരു ചെയിൻ പോലത്തെ മാല. അങ്ങനെ കണ്ടാൽ നമ്മുടെ ഒരു സിനിമയിലെ ഒരു സൂപ്പർ താരം, യങ് ഹീറോ ഇറങ്ങി വരുന്ന പോലെ ലോറൻസ് ബിഷ്ണോയി. പക്ഷേ ലോറൻസ് ബിഷ്ണോയ്ക്കെതിരെ മദ്യപാനത്തിന് കേസില്ല, പെണ്ണ് പിടിച്ചതിന് കേസില്ല, കൊള്ളയടിച്ചതിന് കേസില്ല. പറയുന്ന എൻ്റെ രാജ്യത്തെ ഹിന്ദുക്കളായ ആളുകൾക്കെതിരെയും ഇന്ത്യക്കെതിരെയും നിലപാടെടുക്കുന്നവരെ ഞാൻ കൊല്ലും. അപ്പം അതുകൊണ്ട് പലരും പറയുന്നുണ്ട്, ലോകത്ത് പലയിടത്തും ഇന്ത്യ വിരുദ്ധരായ ആളുകളെ കാനഡയിലും പാകിസ്ഥാനിലും ഒക്കെ പോയി കുറേ അജ്ഞാതർ വെടിവെച്ചുകൊടുത്തു. ഈ അജ്ഞാതർ എന്ന് പറയുന്നത് ലോറൻസ് ബിഷ്ണോയുടെ ഗ്യാങ് ആണെന്നുള്ള പ്രബലമായൊരു സംശയമുണ്ട്. അജിത് ഡോവലും ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ചാരസംഘടനയായ റോയും കൂടെ ലോറൻസ് ബിഷ്ണോയി സംഘത്തിന് ഒത്താശ ചെയ്തു കൊടുക്കുന്നു എന്നൊക്കെയുള്ള റൂമറുകൾ ചിലർക്ക് പ്രചരിപ്പിക്കുന്നുണ്ട്. അതൊന്നും ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു സാധ്യതയില്ല. ഇന്ത്യയിലെ സർക്കാരും അജിത് ഡോവലൊന്നും അങ്ങനെയൊന്നും ചെയ്യത്തില്ല. ഏതായാലും വടക്കേ ഇന്ത്യയിൽ പറയുന്ന പല പെൺകുട്ടികളുടെയും കഴുത്തിലെ ലോക്കറ്റിൽ ലോറൻസ് ബിഷ്ണോയുടെ ചിത്രമാണുള്ളത്. കാരണം ലോറൻസ് ബിഷ്ണോയുടെ ഒരു ചിത്രം ഉണ്ടെങ്കിൽ അവളെ ഒന്ന് തുറിച്ചു നോക്കാൻ പോലും ആരും ധൈര്യപ്പെടില്ല. അങ്ങനെ ഒരു രക്ഷകൻ്റെ രൂപമാണ്, ഒരു ഹീറോയുടെ രൂപമാണ്. അവർ മനസ്സുകൊണ്ട് കയ്യിൽ രാഖി കെട്ടിക്കൊടുത്ത സഹോദരനാണ് ഉത്തരേന്ത്യയിൽ പെൺകുട്ടികൾക്കാര് ലോറൻസ് ബിഷ്ണോയി. കേരളത്തിലുള്ളവർക്കാണ് ലോറൻസ് ബിഷ്ണോയെ ഗാങ്സ്റ്ററായിട്ട് കാണുന്നത്. ഇതാണ് ലോറൻസ് ബിഷ്ണോയി.